ഹായ് ഫ്രണ്ട്സ്, കേരള PSC ഇന്ന് നടത്തിയ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലേക്കായി നടത്തിയ നവംബർ 30, 2024 നടത്തിയ LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മോക്ക് എക്സാം ആയിട്ട് എടുക്കുക. ആ മോക്ക് എക്സാം ആയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്തവർ ആൻസർ കീ നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയുക. കൂടുതൽ ഡീപ്പായിട്ടുള്ള അനാലിസിസ് ഈ ആഴ്ചയിൽ നമ്മൾ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് നടത്തും അനുബന്ധ വസ്തുതകളുമായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടിയും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിൻഡോസ് 2-ൻ്റെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഓൺലൈൻ എക്സാമുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. നമുക്കൊരു പുതിയ പ്രോഗ്രാം ഉണ്ട്. 2025 സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു 5-6 ദിവസം പഠിക്കാനുള്ള ഡെയിലി ലേണിംഗ് പ്ലാൻ തന്ന് 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ അതിൽ നിന്നുള്ള ഓൺലൈൻ എക്സാം കൂടാതെ ഡെയിലി എക്സാംസ്, ഡെയിലി വീഡിയോ ക്ലാസ്സുകളൊക്കെ ആയി നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ 10th ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ എ ആണ്. ഓർക്കുക, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നമ്മൾ 2 ദിവസം മുന്നേ ചെയ്ത 2-3 ദിവസത്തിനുള്ളിൽ ചെയ്ത ഹോട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ബി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സിംഗ്. ലക്നൌവിലെ നേതാവ് ആരായിരുന്നു എന്നാണ് ആ ചോദ്യം. ലക്നൌവിലെ നേതാവ് ഹസ്രത്ത് മഹലായിരുന്നു, ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. 4ന്റെ ആൻസർ ഡി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നുള്ളതാണ്. ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? ഈ ചോദ്യം റിപ്പീറ്റഡ് ആണ്, അതേപോലെ ചോദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായത്. ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്, അതുകൊണ്ട് 6ൽ എ ആണ് ആൻസർ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതും നമുക്കറിയാം, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് കയറി വന്ന ചോദ്യമാണ്. 7 ബി ആണ്, റിപ്പബ്ലിക് ആണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന നമ്മുടെ ഹോട്ട് ടോപ്പിക്സുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു. അത് നിർദ്ദേശക തത്വങ്ങളിൽ എന്നുള്ളതാണ്. 8 ബി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയ അതേ വിഷയം 9 ബി. മൗലികാവകാശങ്ങൾ ഭാഗം 2-ലല്ല, ഭാഗം 3-ലാണ്. 9 സി ആണ് കറക്റ്റ് ആൻസർ. 10ാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഡി വിദ്യാഭ്യാസം. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾ 10 എണ്ണത്തിൽ തന്നെ നിങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം. മലബാറിലെ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ, അല്ലേ? നമ്മൾ മലബാറിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പ്രത്യേക സെഷൻ നടത്തിയിട്ടില്ലെങ്കിലും ഇത് മലബാർ കാർഷിക കലാപങ്ങളെക്കുറിച്ച് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ചർച്ച ചെയ്തതാണ്. അതേതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. ഓക്കെ, അടുത്തുള്ളവർ ഓർത്തു വയ്ക്കുക. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നമ്മൾ പഠിച്ചതാണ്. 12ാമത്തെ ചോദ്യം, കുറിച്ച കലാപത്തിൻ്റെ നേതാവാര്? നമ്മൾ 2ാമത്തെ ആഴ്ച, അതിന് മുന്നേയുള്ള ആഴ്ച ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 12 സി. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമൊക്കെ വരാമായിരുന്നു, അല്ലേ? തലക്കൽ ചന്തു ഒക്കെ കൊടുക്കാമായിരുന്നു, പക്ഷെ അതൊന്നും കൊടുത്തിട്ടില്ല. പഴശ്ശി രാജാവ്, വേലുത്തമ്പി ദളവ, ബിർസ മുണ്ട, രാമൻ നമ്പി. പൊതുവെ എളുപ്പമുള്ള ചോദ്യമാണ് ഇതുവരെ കാണുമ്പോൾ. 13 സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ 13 എ. ഓക്കെ ആണോ അല്ലേ എന്ന് പറയൂ ക്ലാസ്സുകൾ കണ്ടവർ. നിങ്ങൾക്ക് ഞാൻ വെറുതെ പറയല്ല, ക്ലാസ് എടുത്ത് നോക്കിയാൽ അറിയാം. 14ാമത്തെ ചോദ്യം കുറച്ച് കാലം മുന്നേ നമ്മൾ ചർച്ച ചെയ്തതാണ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ട ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? മിതവാദി,
സി കൃഷ്ണനുമായി ബന്ധപ്പെട്ട പത്രമാണ്. 13A ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ അടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം അതാ വീണ്ടും വന്നിരിക്കുന്നു. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. 15B ആണ് ആൻസർ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? G20യുമായി ബന്ധപ്പെട്ട് പ്രത്യേക വീഡിയോ സെഷൻ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ. അതിൽ നമ്മളിത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. G20യിൽ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു ഇന്റലിജന്റ് ഗസ് ഉണ്ടെങ്കിൽ അത് സിംഗപ്പൂരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. 17ാമത്തെ ചോദ്യം, ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓക്കെ, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ ഒരു വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. 17A ഓപ്പറേഷൻ അജയ് ആണ്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച, ഈ ഉദ്ദേശത്തോടു കൂടിയ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് 18A ആണ് ആൻസർ. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്, അരുണാചൽ പ്രദേശാണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? സംസ്ഥാന പുനഃസംഘടനാ നിയമം നമുക്കറിയാം 1956 നിലവിൽ വരുന്നത്. കേരളമടക്കം നിലവിൽ വരുന്നത് ഈ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. മലയാളിയായ KM പണിക്കർ ഇതിൽ അംഗമായിരുന്നു, അതും ശരിയാണ്. ഇതിന്റെ അധ്യക്ഷൻ അതാണ് തെറ്റിയിട്ടുള്ളത്, അത് MN കുൻസുറു ആയിരുന്നില്ല, ഫസൽ അലി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അതുകൊണ്ട് 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്. 2 മാത്രമാണ് അവിടെ തെറ്റിയിട്ടുള്ളത്. അടുത്ത ചോദ്യം 21, ഒരു വേറിട്ട ചോദ്യം എന്ന് പറയാൻ പറ്റാവുന്ന ചോദ്യമാണ്. 20 എണ്ണം കഴിഞ്ഞിട്ട് 21. എന്തുകൊണ്ട് ഞാനത് വേറിട്ട ചോദ്യം എന്ന് പറയുന്നു? നിങ്ങളൊന്ന് പറയൂ. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം, ഈ കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്കറിയാം മധുരയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം എന്താണ്? ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെ കുറിച്ചൊക്കെ നന്നായി പഠിച്ചവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ പറ്റും. നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ, എന്താണ് അതിന് കാരണം? അവിടെ ആൻസർ ബി ആണ്, കൂട്ടത്തിൽ വിട്ട് അതാണ്. 22ാമത്തെ ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നേരെ അതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം അത് 22, അത് ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യത്തിൽ താഴെ പറയുന്നതിൽ ഒന്ന്, അത് ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്. പിന്നെ അത് സത്ലജ് നദിയിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് അത് വിവിധോദ്ദേശ പദ്ധതിയാണ് എന്നറിയുന്നവർക്ക്, അത് ബക്രാനങ്കൽ അണക്കെട്ട് വിവിധോദ്ദേശ പദ്ധതിയാണെന്ന് കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് അറിയുന്നവർക്ക് ആ ഒരൊറ്റ ഉത്തരേ അറിയുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ 4 വരുന്ന ആൻസർ ഇവിടെ ഏതാ? ഇവിടെ ഒന്നുമില്ല 4. അതുകൊണ്ട് ശരിയായത് എടുക്കുമ്പോൾ ഇവിടെ തന്നെ വരും. വിവിധോദ്ദേശ പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, ജലസേചനത്തിനും വൈദ്യുതോൽപാദനത്തിനും വേണ്ടി നിർമ്മിക്കുമ്പോഴാണ് വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാത്രം നിർമ്മിച്ചത് അവിടെ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. പലപ്പോഴും ഈ എന്താ പറയുക, പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളോടുള്ള നിങ്ങളുടെ ഈ എന്താ പറയുക ഒരു ടെൻഷൻ മാറ്റുക, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യം നടത്താൻ പറ്റാവുന്നതാണ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. കൊല്ലത്താണ്. 23ാമത്തേതിന്റെ ആൻസർ എ, കൊല്ലം ആണ്. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? അവിടെ നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ക്രമസമാധാനവും ഒക്കെ ബന്ധപ്പെട്ടതാണ് അല്ലേ? അതുകൊണ്ട് അധ്യാപക പുരസ്കാരമാവില്ല. ധന്വന്തരി എന്ന് പറയുന്നത് ഒരു നോർമൽ അറിയുന്നവർക്കറിയാം, ധന്വന്തരി ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ, ജീവൻ രക്ഷാ പതക്, അതിൽ ജീവൻ രക്ഷാ പതകാണ് കറക്റ്റ് ആൻസർ. ഒരു ഇന്റലിജന്റ് ഗസ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അടുത്തത് 25ാമത്തെ ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരിയിലാണ്. നദീതടങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതിന് മുന്നേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അടുത്ത് തന്നെ നമുക്കൊന്നും കൂടി ചെയ്യാം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് എന്നുള്ളതാണ്. അത് സി ഏതാണ്? തൂത്തുക്കുടിയാണ്. ഇനി നിങ്ങൾ ഓർക്കണം, ഏതും കൂടി വിഴിഞ്ഞത്തെ കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖം വന്നു അല്ലേ?
അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തന്നെയാണ് വിഴിഞ്ഞവും സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഒരു വേറിട്ട ചോദ്യം എന്ന് നമുക്ക് പറയാം. ഡെക്കാൻ പീഠഭൂമിയാണ് ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. 28ാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നുള്ളതാണ്. 28ാമത്തെ ചോദ്യം ഏതാണ്? ബാരാലച്ച ലാ ചുരമാണ്. നമ്മളത് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കാണോ അതോ മെയിൻ കോഴ്സിലാണോ എടുത്തതെന്ന് എനിക്കറിയില്ല. ഈ പേരൊന്ന് ഓർത്തു വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ അടുത്ത കാലത്തൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ബാരാലച്ച ലാ ചുരമാണ്. അതിപ്പോ ഒരു കണ്ടന്റ് കറണ്ടായി നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എന്ന് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? 28A, ഏത് രേഖാംശത്തിലുള്ള സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഒട്ടനവധി തവണ PSC ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. 82.5 ഡിഗ്രി പൂർവാംശം. ഓക്കെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 73-74 ഭരണഘടനാ ഭേദഗതി നിങ്ങൾക്കറിയാമല്ലോ. എന്തുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 73-74 ഭരണഘടനാ ഭേദഗതി? പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടനാ സംവിധാനം. ഇവിടെ തെറ്റിപ്പോവാൻ തോന്നുക ഒക്കെ, ഇതൊന്ന് വേണമെങ്കിൽ എന്താ പറയുക, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചായത്ത് തല സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടനാ സാധുത അതിൽ ഒരു ആൻസർ ആണ് അല്ലേ? ഒരു ആൻസർ. 2 നമ്മൾക്ക് അവിടെ തന്നെ നോക്കിയാൽ അറിയാം. പഞ്ചായത്ത് തല ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അതുവരെ എന്തുണ്ടായിരുന്നില്ല? ഒരു ഭരണഘടനാ സാധുത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തി. ഇതൊരു ചോദ്യം മാത്രമാണൊന്ന് കുറച്ച് കടുപ്പത്തിലുള്ളൊരു ചോദ്യം എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ബാക്കി ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തെരഞ്ഞെടുപ്പല്ല എന്ന് നിങ്ങൾക്കറിയാം. വാർഷിക തെരഞ്ഞെടുപ്പ് രീതിയുമല്ല ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും എന്തല്ല, അതിൽ നിന്ന് ഉൾപ്പെടുത്തിയതല്ല, ആ ഭേദഗതിയിൽ ഉൾപ്പെടുത്തുന്നില്ല. 5 വർഷം കൂടുമ്പോഴാണ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്നും നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ 30-ൽ 1ഉം 2ഉമാണ് ശരി. അതുകൊണ്ട് B മാത്രമാണ്. ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് നോക്കൂ, ഇതൊഴിവാക്കാം. മുകളിൽ തന്നിരിക്കുന്നതെല്ലാം വാർഷികമായല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചായത്തിലേക്ക് 5 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന് PSC പഠിച്ചിരിക്കുന്നു വേണ്ട, വോട്ട് ചെയ്യാൻ പോയാൽ മതി അല്ലേ? അപ്പം 4 തെറ്റുമാണ്. അപ്പോൾ 1 വരും വേണം, 4 വരാനും പാടില്ല. അപ്പോൾ ഇവിടെ മുകളിൽ തന്നിരിക്കുന്നതെല്ലാം എന്ന് തെറ്റി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുക 1ഉം 3ഉം മാത്രമാണ്. അവിടെ ഈ 2 ഓപ്ഷനിലേക്ക് നിങ്ങൾ ചുരുങ്ങും. അതിൽ 1ഉം 3ഉമാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം എടുക്കാം. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? എടക്കൽ ഗുഹ. പണ്ടകാലത്ത് ധാരാളം വന്നിരുന്നു, SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 32 പലതവണ ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 33ാമത്തെ ചോദ്യം. ഓക്കെ, അത് കുറച്ചൊരു വിഷമമുള്ളൊരു ചോദ്യം എന്ന് പറയാം. സാധാരണക്കാര് അല്ലാത്ത നന്നായി പഠിച്ചു പോയവർക്ക് അതും കിട്ടും. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 33ാമത്തെ ചോദ്യമാണ്. അതിന് ആൻസർ പള്ളിക്കര എന്നുള്ളതാണ്. ഒരു വേറിട്ട 2ാമത്തെ ചോദ്യമാണ് നമ്മൾ കാണുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ തെറ്റിപ്പോകാൻ ധാരാളം സാധ്യതയുണ്ട്. ഞാനിത് ആവർത്തിച്ച് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്. അത് വൈക്കം സത്യാഗ്രഹമാണ്. ഓർക്കുക, ചാന്നാർ ലഹള മാറുമറയ്ക്കുന്നതിനും മറ്റുമുള്ള സാമൂഹ്യ പ്രക്ഷോഭമായിരുന്നു. പൂക്കോട്ടൂർ ലഹള നമുക്കറിയാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? അമ്പലപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് കേൾക്കുമ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിലേക്കാണെന്ന് ചിന്തിക്കാൻ ധാരാളം സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 35ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? അത് കാപ്പിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്ന ഉൾപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം പറഞ്ഞതാണ് ആലപ്പുഴ. 2 ക്ലാസ്സിൽ ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഇത് നേരെ SCERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട തന്നെയാണ്, പക്ഷെ ഒന്ന് തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്കറിയാം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ്. സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുടെ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്
നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടതാണ്. പശ്ചിമോദയം കേരളത്തിലെ ആദ്യത്തെ പത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1.25 കോടികൾ ആദ്യ പത്രങ്ങളിൽ നമുക്കറിയാം. ആ പാഠം നമ്മൾ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള പാഠത്തിൽ നമ്മൾ ഈ 2 പുസ്തകത്തെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.25 കോടി മലയാളികൾ EMSൻ്റെതാണ്, അതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏത്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കഴിഞ്ഞ ആഴ്ചയോ അതിൻ്റെ മുന്നത്തെ ആഴ്ചയോ ഇന്ത്യൻ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമൂറിയ കൊടുമുടി എന്ന് പറയുന്നത് ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ശരിയാണ്. 2695 മീറ്റർ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ കേരളത്തിൽ വയനാട് ജില്ലയിലല്ല അത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം അതെവിടെയാണ്? മുന്നാറിലാണ്, ദേവികുളം വില്ലേജിലാണ്. ഏത് ജില്ലയിലാണ്? ജില്ല ഒന്ന് കമൻറ്റ് ചെയ്യൂ. അത്രയും പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം, യെസ്, അത് കോതമംഗലമാണ്. ഒരു മൂന്നാമത്തെ, അത്ര പ്രയാസമുള്ള ചോദ്യമല്ല, മൂന്നാമത്തെ വേറിട്ട ചോദ്യം എന്ന് പറയാം. അടുത്ത ചോദ്യം, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? വേദികൾ മാത്രമായി നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. വേദികൾ മാത്രമായിട്ട് കയറി വന്നതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാനാണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? നമ്മൾ ചർച്ച ചെയ്യാത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. HDFC ആണ് ലക്ഷദ്വീപിൽ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ നമ്മുടെ കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു ചോദ്യം ഇതാണ് കേട്ടോ. 42ാമത്തെ ചോദ്യം. ഓക്കെ. മറ്റേ 43, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വീഡിയോ ക്ലാസ്സിൽ നിന്നുള്ളതാണ്. ഏതാണ്? 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മികച്ച നടൻ പൃഥ്വിരാജാണ്. ഇന്നലെ രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയത് ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന് എന്താ പറയുക, നീരജ് ചോപ്രയുടെ ഒരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. 44ാമത്തെ ചോദ്യം, ഉത്തരം C ആണ്, അർഷാദ് നദീം ആണ്. ലോക നാട്ടറിവ് ദിനം 45A ആണ്. ആഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ദിനങ്ങളെക്കുറിച്ച് മാത്രം നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം ഡെങ്കി വൈറസിനെതിരെ എന്നുള്ളതാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 47B കില്യൻ മർഫി ആണ്. 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് എന്നാണ് ചോദ്യം. 48C ആണ്, മാനന്തവാടിയിൽ നിന്നാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA-മാരെയൊന്നും പഠിക്കേണ്ട. അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ്, അല്ലേ? നമുക്കറിയാം പട്ടികജാതി വകുപ്പ് മന്ത്രി അദ്ദേഹം C രാധാകൃഷ്ണൻ. അദ്ദേഹം എന്തായി മാറി? പാർലമെന്റ് അംഗമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ മന്ത്രി സ്ഥാനം അവൾക്ക് കൊടുത്തു. OR കേളുവിന് കൊടുത്തു. അദ്ദേഹം മാനന്തവാടിയിൽ നിന്നുള്ള MLA ആണ്. ഓക്കെ. ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങൾ ഓർക്കുക. ആ മണ്ഡലങ്ങൾ ആളുകളെയൊക്കെ ഇനി ഒരു ജനുവരി കഴിഞ്ഞ് വരുന്ന എക്സാമിനെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ ഓർത്തിരിക്കേണ്ട, കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഡിസംബറിലേക്കൊക്കെ ഉള്ള എക്സാമിൻ്റെ. 49ാമത്തെ ചോദ്യത്തിലേക്ക് കൊടുക്കാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് അൽഗോരിതങ്ങളുടെ നാടാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 50ാമത്തെ ചോദ്യം. അത് നിങ്ങൾക്ക് അറിയാം, അർജന്റീനയാണ് കോപ്പ അമേരിക്ക. സ്പോർട്സുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ. 51ാമത്തെ ചോദ്യത്തിലേക്ക് കൊടുക്കാം. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, മിനിയാന്നും ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇത് അടുത്ത് തന്നെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. എത്ര പേര് ഓർക്കുന്നുണ്ടത്? അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം. 52ാമത്തെ ചോദ്യം 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അപ്പൊ ഇന്നലത്തെ നമ്മുടെ ക്ലാസ് കണ്ടവർക്ക്, ഇന്നലെ രാത്രി നമ്മൾ 9 മണിക്ക് ക്ലാസ് കണ്ടവർക്ക് അപൂർവമായ ഈ 2 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. യെസ്. 52ാമത്തെ ചോദ്യം. 70ാമത്
നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് പേര് നൽകിയതാര്? എത്ര പേര് ഓർക്കുന്നുണ്ട്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയതാണ്. 52ാമത്തതിൻ്റെ ഉത്തരം ഏതാണ്? നീലു ആണ്. 52 സി ആണ് ഉത്തരം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തെരഞ്ഞെടുത്തത് എഴുതുക. 53ാമത്തെ ചോദ്യമാണ്. 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് എന്നുള്ളതാണ്. 53ാമത്തതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ, അല്ലേ? ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചോദിച്ചിട്ടുള്ളത്. 53 വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? ഉളിപ്പല്ല, ചർവണകം വരുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രചർവണകം വരുന്നുണ്ട്. 2 ഉള്ളൂ. ഞാനൊന്നും കൂടി നോക്കിയതാണ്. ആ ചർവണകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്? 3ഉം 4ഉമാണ്. ഓക്കെ, അതുകൊണ്ട് ആൻസർ സി ആണ്. അല്ല, 2ഉം 4ഉമാണ്. ആൻസർ സി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ധാരാളമായി വന്നിട്ടുള്ളത്. വിറ്റാമിൻ ഡി ആണ്. 54 ഡി ആണ് ഉത്തരം. 55 ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽക്കീർത്തി? അതിനിടയിൽ ആരോ ഒരാൾ യൂട്യൂബിൽ എന്നോട് ചോദിച്ചിരുന്നു, സാർ ഒരു വിളകളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു തരുമെന്ന്. ഞാൻ അയാൾക്ക് കമൻറ്റിൽ അയച്ചു കൊടുത്തിരുന്നു. അയാൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാനതിൻ്റെ യൂട്യൂബിലുള്ള വീഡിയോ തന്നെയാണ് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. 55ാമത്തെ ചോദ്യം വെണ്ടയാണ്. കോഡൊക്കെ പിടിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. 56 വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. 56 ബി ആണ് ഉത്തരം. 2006 വനാവകാശ നിയമം വന്നത്. 57 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? കുറച്ച് കാലത്തിന് ശേഷം ആ ചോദ്യം ഇതാ വീണ്ടും ആവർത്തിക്കുന്നു. 57ാമത്തെ ചോദ്യം ബി ആണ്. 1984 ഇന്ദിരാഗാന്ധിയാണ് അത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. അതും കൂടി നോക്കുക. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? 58ാമത്തെ ചോദ്യം. വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. ഗോവയാണ്. നിങ്ങൾക്കറിയാം, അത് സ്ഥിരമായി നമ്മൾക്കറിയാം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് എന്നുള്ളത്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ് കേട്ടോ. സ്വീഡനാണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചത്. അടുത്തത് നമുക്ക് സയൻസിലേക്ക് കടക്കുകയാണ്. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത് എന്നുള്ളതാണ്. ഓക്കെ, വൈദ്യുത സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് എ ആണ്. ഒരു സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്, ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവയാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ, തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ആദ്യത്തേത് നമുക്കറിയാം, അത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമാണ് അതിലൂടെ എന്ത് ചെയ്യുള്ളൂ? വൈദ്യുതി പ്രവഹിക്കുള്ളൂ. ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ അതിനെയാണ് ക്ലോസ്ഡ് സർക്യൂട്ട് അഥവാ അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം അത് കറക്റ്റാണ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് ക്ലോസ്ഡ് അല്ലെങ്കിൽ അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്, അതിലൊരു ഉപകരണങ്ങളും പ്രവർത്തിക്കില്ല, അതും ശരിയാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഒരു ഉപകരണം പ്രവർത്തിക്കുള്ളൂ. ഒരു ഉപകരണം അവിടെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് ആയിരിക്കണം, അല്ലേ? ഇപ്പോൾ വയറൊക്കെ ഛേദിക്കപ്പെട്ടാൽ അത് പ്രവർത്തിക്കുമോ? തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. ഇത് മാത്രമാണ് തെറ്റ്. അപ്പം അവിടെ ഒന്ന് ശരിയാണ് എന്നറിയാവുന്നവർക്ക് നോക്കൂ, ഈ 2 എണ്ണം അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും, ഒന്ന് ശരിയാണ് എന്നറിയുന്നവർക്ക്. ഇനി അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ എന്നും കൂടി അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എവിടെ ഓപ്ഷൻ ബി നിങ്ങൾക്ക് തെറ്റിടാം. കാരണം അവിടെ 3 വന്നിട്ടില്ല. ഈ 2 എണ്ണം അറിയുമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ആൻസറിലേക്ക് എത്തി. അതാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളുടെ പവർ. അതുകൊണ്ട് അവിടെ എ ആണ് ഉത്തരം. 61ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന്, കഴിഞ്ഞ ആഴ്ച നടത്തിയ ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് വീണ്ടും അതാ ഒരു ചോദ്യം വന്നിരിക്കുന്നു. 3 ആകണമെങ്കിൽ ഞാൻ അതിൻ്റെ ഫോർമുല അടക്കം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്താൽ മതി. അത് ആ ഫോർമുല എത്ര പേര് ഓർക്കുന്നുണ്ട്? അത് ഓർത്ത് വെച്ചോളാൻ ഞാൻ പറഞ്ഞതാണ്. ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ബി 90 ഡിഗ്രിയാണ്. ഫോർമുല എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പറയാൻ പറ്റുമോ? അതിനൊരു ഫോർമുല ഉണ്ട്. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നവയിൽ ശരിയായവ ഏതെല്ലാം? കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
അത് തെറ്റാണ്. അല്ലേ? അത് തെറ്റാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. അത് ശരിയാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അതിനെ ദിശാസൂചിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കോമ്പസിൽ കാന്തമാണ് ഉപയോഗിക്കുക. ഒരു കാന്തത്തിൽ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ചെയ്യുമെന്ന ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങൾ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും എന്നുള്ള ഒന്ന് അറിയുന്ന ഒരാൾക്ക്, ഏറ്റവും മിനിമം അതറിയാവുന്ന ആൾക്ക് 62-ൽ 3 ശരിയാണ് എന്നുള്ളത് അറിയാം. അപ്പൊ 3 ശരിയായത് നോക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, എന്നാൽ ബി എന്നുള്ള ഓപ്ഷൻ ഒഴിവായി. അടുത്തത്, സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് ഈ തെക്ക് വടക്കാണോ വടക്ക് തെക്കാണോ എന്നുള്ളത് നോക്കും. വടക്ക് നോക്കി യന്ത്രം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തെക്ക് വടക്ക് ദിശയിലല്ലേ അത് നിൽക്കുക. വടക്ക് നോക്കി എന്നുള്ളത് ആലോചിച്ചാൽ മതി, അത് തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുക. അപ്പൊ അവിടെ രണ്ടാമത്തേതും ശരിയാണ്. അപ്പൊ ഇവിടെ 2 ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവിടെ 2 ഉൾപ്പെട്ടിട്ടില്ല. നോക്കൂ, അതുപോലെ തന്നെ ഇവിടെ എന്ത് വന്നിട്ടില്ല? 2, 3 കാന്തത്തിന്റെ നോക്കൂ, ഇവിടെ 3 ഇവിടെയും വന്നിട്ടുണ്ട്, അതിൽ 2, 3 ഇവിടെയും വരുന്നുണ്ട്. പക്ഷേ അടുത്തത് നമുക്ക് നോക്കാം. അവിടുത്തെ ആൻസർ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ എത്ര എണ്ണം കണ്ടു? നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇനി എയും ഡിയും മാത്രമാണ് ആൻസറിൽ അവശേഷിക്കുന്നത്. അതിൽ കാന്തങ്ങളുടെ ഏറ്റവും കൂടുതൽ കാന്തശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്തല്ല, അതിൻ്റെ എന്താണ് ധ്രുവ പ്രദേശങ്ങളിലാണ്, പോളുകളിലാണ്. അതുകൊണ്ട് അതൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ അത്യാവശ്യം സയൻസ് ഉള്ളവർക്ക് അറിയാം. അപ്പോൾ അവിടെ എന്തും തെറ്റി ഇതും തെറ്റി. അവിടെ എന്ത് വന്നിട്ടുണ്ട്? സോറി, അവിടെ ഒരു മിനിറ്റ്, 62 2, 3 മാത്രം വന്നത് ഏതാടോ? അവിടെ ഞാൻ കാണുന്നില്ലല്ലോ. 2, 3 മാത്രം ആൻസർ വന്നത്. കാന്തത്തിന്റെ ഏറ്റവും അത് ഒന്നാമത്തേത് തെറ്റാണ്. 62ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തേത് തെറ്റാണ്. യെസ്, അതെ, ഡീല് വരുന്നു. 2, 3 മാത്രം ശരിയായത് ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിങ്ങൾക്ക് കാണാനില്ലേ? ഉണ്ട് അല്ലേ? ഞാൻ നോക്കിയതാണേ. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വരാം. സ്ക്രീനിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ കേട്ടോ. ഇതിനിടയിൽ സ്ക്രീന് പോയി. ഒരു മിനിറ്റ്. ഇപ്പൊ ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. ഏതാ ശരി നിങ്ങൾക്ക് തോന്നുന്നത്? 63ാമത്തേതിൽ ആദ്യത്തേത് ശരിയാണോ? എല്ലാ ധാതുക്കളും അയിരുകളാണ്, എല്ലാ അയിരുകളും ധാതുക്കളല്ല. ഇത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ്, എല്ലാ അയിരുകളും ധാതുക്കളല്ല. എന്താണ്? ഓരും തമ്മിൽ നമ്മളൊരു വ്യത്യാസം പഠിച്ചിട്ടുണ്ട്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ശരിയാണല്ലേ? ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. തെറ്റാണ്. അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. അതും തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ശരിയായ പ്രസ്താവന അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അയിരുകളൊക്കെ ധാതുക്കളാണ്, എന്നാൽ ധാതുക്കളല്ലാതും അയിരുകളായിക്കൊള്ളാം എന്നില്ല എന്നാണ്. അതിവിടെ തലതിരിച്ച് വന്നുകൊണ്ട് ഇതും തെറ്റാണ്. അയിരുകളിൽ അതാത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ശരി. അടുത്തത് 64ാമത്തെ ചോദ്യമാണ്. 64ാമത്തെ ചോദ്യം, വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് തന്നെ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, XCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അവിടെ അത് ആലോചിച്ചാൽ മതി. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ആ ഭാഗം ഒന്ന് പോയി നോക്കുക. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അത് സഹജ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അത് കറക്റ്റ് പേര് സഹജ എന്നുള്ളതാണ് അതിന് ഉത്തരം. ഓക്കെ, അത് കിട്ടിയല്ലോ. 66. അതാ നമ്മൾ വീണ്ടും ഇന്നലെ രാത്രി ചർച്ച ചെയ്ത പാഠത്തിൽ നിന്ന് വീണ്ടും ഒന്ന് വന്നിരിക്കുന്നു. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്ത്? കൈരളി. അതായത് ഇന്നലെ രാത്രിയിലെ ലൈവ് ക്ലാസ് കണ്ടവർക്ക് മാത്രം 3 മാർക്ക് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലെ ഒരു മണിക്കൂർ നീണ്ട ഒരു ക്ലാസ് അവതരിപ്പിച്ചു. ആ ക്ലാസ്സിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് PSCക്ക് കയറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എത്ര ഷാർപ്പായാണ് നമ്മൾ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് വുഹാൻ ആണ് അല്ലെ? മറന്നുപോയോ അതൊക്കെ? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്?
താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ടൈഫോയിഡ് ആണ്. ബാക്കിയൊക്കെ പ്രമേഹവും പക്ഷാഘാതവും രക്താതിമർദ്ദവും ഒക്കെ ബ്ലഡ് പ്രഷർ ഷുഗർ ഇതൊക്കെ വന്നത് അങ്ങനെയാണല്ലോ. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം ആണ്. മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം. സർക്കാർ പദ്ധതികൾ ധാരാളം കയറി വരികയാണ്. 70A ജ്യോതിസ് ആണ് അതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല. എംപോക്സുമായി ബന്ധപ്പെട്ട ആരോഗ്യ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം PSCക്ക് വന്നിരുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചവർക്കറിയാം. ഈ ചോദ്യം 71ാമത്തെ ചോദ്യം അല്ലെ, കഴിഞ്ഞ 3ാം ഘട്ടത്തിൽ എംപോക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിരുന്നു. അത് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. 71C ആണ് ഉത്തരം, മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു. 72 പരമ്പരാഗതമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിബ്രിയോ ആണ്. നവജാത ശിശുക്കളിൽ വീണ്ടും അതാ പദ്ധതി വരുന്നു. ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശലഭം ആണ്. അതൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു പോയതാണ്. 74 ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ബി ബ്ലീച്ചിങ് പൗഡർ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്ഥിരം ചോദ്യമാണ്. അത് നമുക്കറിയാം, പൂനെയിലാണ്. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? നമ്മൾ ഒരു വീഡിയോ ക്ലാസ് എടുത്തിരുന്നു. അതിൽ ആ ചോദ്യം ഞാൻ തെറ്റായി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒരാളത് തിരുത്തി പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞാനത് തെറ്റായിട്ടാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി പഴയ ആളുടെ പേരാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊരാൾ തിരുത്തിയിരുന്നു ആ വീഡിയോയിൽ തന്നെ. അത് നമുക്കറിയാം, മൻസുഖ് മാണ്ഡവ്യ ആണ്. 76 ഞാനിപ്പോഴും വീണ്ടും തെറ്റിക്കുകയാണ്, JP നഡ്ഡയാണ് കേട്ടോ. 76C ആണ് ഉത്തരം. മൻസുഖ് മാണ്ഡവ്യ നിന്റെ മനസ്സ് കിടക്കുക, JP നഡ്ഡയാണ്. അയാൾ അത് തിരുത്തിയിരുന്നു. ഞാൻ പിന്നീട് ആ മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിരുന്നു. 77ാമത്തെ ചോദ്യം, മനുഷ്യനല്ലേ, എറീസ് ഹ്യൂമൻ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. 77ാമത്തെ ചോദ്യം, അമൃതം ആരോഗ്യം. കഴിഞ്ഞ PSCക്ക് ചോദിച്ച ചോദ്യം. അതിൽ അമൃതം എന്ന് മാത്രമേ പേര് കൊടുത്തിരുന്നുള്ളൂ. അതായത് അമൃതം വന്നിരുന്നത് അവിടെ എനിക്കറിയാം എന്തുമായി ബന്ധപ്പെട്ട, നമ്മളിത് സംസാരിച്ചതാണ്. അമൃതം വന്നിരുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് അവിടെ അമൃതം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരുന്നത്. അത് നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ല, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അമൃതം എന്ന് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. അതിൻ്റെ മുഴുവൻ പേര് അമൃതം ആരോഗ്യം എന്നാണ്. 78 താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? 78ാമത്തെ ചോദ്യം, അത് D ആണ്. അത് ഏതിലൂടെയാണ്? മലിനമായ ഭക്ഷണങ്ങളിലൂടെയാണ്. അത് എവിടെ നിന്ന് കയറി വന്ന ചോദ്യമാണ്? SCERTയിൽ നിന്നാണ്. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്ത്? നമ്മൾ കുറച്ച് ദിവസം മുൻപേ ചർച്ച ചെയ്ത ജനറൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലുള്ളതാണ്. അത് MAL എന്നാണ് അതിൻ്റെ ഉത്തരം. 79B ആണ്, MAL എന്നാണ് അതിൻ്റെ ഉത്തരം. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ജന്തുജന്യ രോഗങ്ങൾ നിങ്ങൾക്കറിയാം. മറ്റേ ഇത് വന്നതിന് ശേഷം, കൊറോണ വന്നതിന് ശേഷം ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നേ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി തന്നിരിക്കുന്നു. അതിൽ നമുക്കറിയാം നിപ്പയും എംപോക്സുമാണ്. പോളിയോയോ ക്ഷയമോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. സിമ്പിളായിട്ട് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. നിപ്പ നമുക്കറിയാം കേരളവുമായി ബന്ധപ്പെട്ടതാണ്. എംപോക്സ് മലപ്പുറവുമായി ബന്ധപ്പെട്ടതാണ്. PSC അവിടെ എംപോക്സ് ഒന്ന് പഠിച്ച ഒരാൾക്ക്, ആ ചോദ്യം കണ്ടിട്ട് അതൊന്ന് വിശാലമായി കണ്ടുപഠിച്ച ഒരാൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. 81ാമത്തെ ചോദ്യം വരുന്നത് 765432 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ് എന്നാണ് ചോദ്യം. അവിടെ ഉത്തരം വരുന്നത് 81, ഉത്തരം വരുന്നത് C ആണ്. അത് 8 ആണ് കേട്ടോ. ഓക്കെ, അത് 81. നിങ്ങളവിടെ 0 വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ അവിടെ ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? അവിടുത്തെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പറുകൾ കൂട്ടി നോക്കുക. എന്നിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റേ ജോഡി നമ്പറും കൂട്ടി നോക്കുക. എന്നിട്ട് അവ തമ്മിൽ കുറച്ചാൽ 11ന്റെ ഗുണിതമോ 0മോ ആണ് വരുന്നതെങ്കിൽ അത് 11ന്റെ എന്തായിരിക്കും? ഗുണിതമായിരിക്കും. അപ്പോൾ ശിഷ്ടം വരിക 0 ആണ്. ഇവിടെ ഹരിച്ചു നോക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദ്യം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും ഒരുപോലെയുള്ള, നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാൻ, ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ പറഞ്ഞുതരാം. 3 വശവും ഒരേ നീളമുള്ള ത്രികോണങ്ങളെയാണ് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. 2 വശങ്ങൾ ഒരേ നീളം വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്?
സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3a സമം 12.9 എന്ന് വരും. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും 4.3 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 82ൻ്റെ ആൻസർ ഡി ആണ് വരിക. ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? ഞാൻ ചെറിയൊരു ടെക്നിക്ക് ഇവിടെ പറഞ്ഞുതരാം. ഒരു സംഖ്യയിൽ നിന്ന് 3ൽ 8 കുറച്ചു, 8ൽ 3 ഭാഗം കുറച്ചു, 8ൽ 1 ഭാഗം കുറച്ചു. ഇപ്പം മൊത്തം എത്ര കുറച്ചു? 8ൽ 4 ഭാഗം കുറച്ചു. അത് സംഖ്യയിൽ നിന്ന് കുറച്ചു. അപ്പോൾ 5/12 എന്ന് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാണ്ട് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ എളുപ്പത്തിൽ നമുക്കവിടെ ആൻസറായി മാറി. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 11/12 എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടി? 11/12 എന്ന് കിട്ടി. 1.25 മൈനസ് 0.25. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞോട്ടൂ, ഇത് 1 ആണ്. 1.25 പ്ലസ് 0.75. ഇതിന് കണക്കൊന്നും കൂട്ടണ്ട. 1/4 കാല് കുറച്ചു 1, 1/4 3/4 കൂട്ടി 2. അപ്പോൾ ഏതായിരിക്കും ആൻസർ? അര എന്ന് പറഞ്ഞാൽ 0.5. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ബി ആണ് ചോദിച്ചിട്ടുള്ളത്. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ തുക നിങ്ങൾക്ക് അറിയാം. തുടർച്ചയായ സംഖ്യകളുടെ തുകയ്ക്ക് നമ്മൾക്ക് ഫോർമുല ഉണ്ടല്ലേ? തുടർച്ചയായ 5 സംഖ്യകളുടെ തുക. പക്ഷേ ആദ്യത്തെ തുടർച്ചയായ 5 സംഖ്യകളുടെ തുകയല്ല കേട്ടോ. അതായത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയല്ല ഇവിടെ ഫോർമുല കൊടുക്കേണ്ടത്. ആ ഫോർമുല ഒന്ന് മാറിയ ഫോർമുലയാണ്. അവിടെ പലർക്കും ചിലപ്പോൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? തുടർച്ചയായ n സംഖ്യകളുടെ തുക n × n+1/2 വെച്ചവർക്ക് പണി കിട്ടും. ഉത്തരം കിട്ടില്ല. തല പുകഞ്ഞിരുന്ന് ആലോചിക്കും. അവിടെ നമുക്ക് നോക്കണം, തുടർച്ചയായ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് n × n+1/2. ഇവിടെ തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510 ആണ്. നടുവിലത്തെ സംഖ്യ കാണാൻ നിങ്ങൾ 510നെ നിങ്ങൾ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. നടുവിലത്തെ സംഖ്യ അപ്പോൾ നമുക്ക് 510നെ എന്തുകൊണ്ട് ഹരിക്കുന്നു? 5 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? 105 എന്ന് കിട്ടും. അവിടെ ഒരു മിനിറ്റ്. 5 സംഖ്യ, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 510/5 102. 102 ആണല്ലോ വരുന്നത്. അവിടെ എനിക്ക് തെറ്റ് പറ്റിയോ? 3 4 അവിടെ ഒരു ആൻസർ തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആൻസർ 102 ആണ് എൻ്റെ മനസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടെ ആൻസർ തെറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. 105 അല്ല. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക ഇപ്പോൾ നോക്കാം. 101 അല്ല, സോറി, നടുവിൽ വരുന്നത് 102 ആകുമ്പോൾ ഇവിടെ 101 വരും, ഇവിടെ 100 വരും, ഇവിടെ 103 വരും, 104 വരും. 4 3 7 2 9 1 10 1 2 3 4 5 1 2 3 4 5. ഇവിടെ ആൻസർ തെറ്റിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കപ്പെടും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 102 ആണ്. ഞാൻ ആൻസർ കീ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആൻസർ കീ വെച്ചിട്ടല്ല അത് ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഞാനൊരു കോൺഫിഡൻസിലാണ്. ഈ ചോദ്യ പേപ്പറൊക്കെ എനിക്ക് ആൻസർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസിലാണ് ചെയ്യുന്നത്. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് 86ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇത് വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾക്കറിയാം, വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? a × b ആണ്. അപ്പോൾ 12 × 10 ഇവിടെ 120 എന്ന് വരും. പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്. ഇവിടെ 6 × 8 48 എന്ന് വരും. ഈ അംശബന്ധം എന്ന് പറഞ്ഞാൽ a:b എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഓർക്കണം a/b ആണെന്ന്. അതായത് a/b കിട്ടിയാൽ a:b കാണാൻ പറ്റണം. a:b കാണാൻ ചോദിച്ചാൽ a/b ചോദിച്ചാലും കണ്ടാലും മതി. അപ്പോൾ 120/48 വരും. 120/48 ആണ് നമുക്കിവിടെ വരിക. 120ലും 48ലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്നവർക്ക് അറിയാം. 120ലും 48ലും 8 പോകും. ഇപ്പോൾ ഇവിടെ 6 8 48 വരും. വേണ്ട, 12 പോകും. ഓക്കെ, 12 അല്ല 24 പോകും. 5 24 120 ആണ്. അതുപോലെ തന്നെ 2 24 148 ആണ്. 5/2 ആണല്ലോ എനിക്ക് കിട്ടുന്നത്. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. വീതി സോറി, ഞാനിവിടെ ഒരു അബദ്ധം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അബദ്ധം എന്നുള്ളത്? ഞാൻ സ്പീഡിലെടുത്ത് ചെയ്തു പോയി. മാത്സ് ഞാൻ നോക്കിയിരുന്നില്ല. ബാക്കി എല്ലാറ്റിൻ്റെ ആൻസർ ഒന്നും നോക്കിയതിൻ്റെ ശരിയല്ലേ ഉത്തരം നോക്കിയിട്ടാണ് നോക്കിയത്. മാത്സ് ഞാനൊരു കോൺഫിഡൻസിൽ കയറിയതാണ്. അവിടെ ഞാൻ നേരത്തെ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാവുക അല്ലേ? നീളമാണ് 12 സെൻറ്റിമീറ്റർ, വീതി 6 ആണ്. ഇപ്പോൾ 12 × 6 72 വരും. അതാണ് ഒന്നിൻ്റെ വിസ്തീർണം. മറ്റതിൻ്റെ വിസ്തീർണം 10 × 8 ആണ്. ഇത് വെട്ടി ചെറുതാക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ 12 വെട്ടിച്ചെറുതാക്കാം, അല്ലെങ്കിൽ 72/80 ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 9/10 വരുന്നുണ്ട്. സോ റേഷ്യോ എന്താ വരിക? 9:10 ആണ് ആൻസർ വരിക. 9:10. ആ ഓർഡർ തെറ്റിപ്പോവാതിരിക്കാൻ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളുണ്ടു. അവിടുത്തെ ഓർഡർ നിങ്ങൾ തെറ്റിപ്പോവരുത്. 86ാമത്തെ ആൻസർ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്ര? നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. ഇവിടെ 2 × 5 വരുന്നുണ്ട്, ഇവിടെയും 2 × 5 വരുന്നുണ്ട്. ഇങ്ങനെ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്ന് മാത്രം വർഗ്ഗമൂലത്തിൽ എടുക്കുക. ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്, നിങ്ങൾക്ക് നേരിട്ട് തന്നിരിക്കുകയാണ്. പിന്നെ ഒരു 7 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്, അതിന് പകരം ഒരു 7 എടുക്കുക. പക്ഷേ ഈ 4ന് ജോഡിയില്ല, അപ്പം 4ന്റെ വർഗ്ഗമൂലം എടുക്കുക. ഇനി ഇത് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. 2 × 5 എത്രയാ? 10. 7 × 2 എത്രയാ? 14. 14 × 10 എത്രയാ? 140. പ്രൈം ഫാക്ടറൈസേഷനുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 88. ഇതിലെ കണക്കൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ക്ലാസ്സുകളുണ്ട്, ചേരുക, മാത്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കൂടാതെ പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഈ കേരള PSC യുമായി ബന്ധപ്പെട്ട് 100 പേർക്ക് മാത്രം ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 5500 രൂപയാണ് അതിൻ്റെ, 8000 രൂപയാണ് കോഴ്സ് ഫീ, 5500 രൂപയാണ് ഓഫർ ഫീ. പക്ഷേ ഈ ഡിസംബർ 4-ാം തീയതി വരെ നിങ്ങൾക്ക് 4999 രൂപയ്ക്ക് കിട്ടും. എൻ്റെ നേരിട്ടുള്ള മെൻറ്ററിങ്ങിലാണ്. ഓക്കെ, ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, പണ്ട് റിസൈൻ ചെയ്തിട്ട് ഈ പ്രോഗ്രാം ആരംഭിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ 25 വർഷമായി PSC കോച്ചിങ് രംഗത്തുണ്ട്. 30 വർഷമായി 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്തെടുത്ത് കൊടുക്കുന്നുണ്ട്? എല്ലാ വിഷയങ്ങളും, ഹിന്ദി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും എടുത്തു കൊടുക്കുന്നുണ്ട്. +2 വരെയുള്ള മാത്സ് ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്, ഫിസിക്സ് ക്ലാസ്സുകളും. അതുകൊണ്ട് 10th ലെവലിന് മാത്രമാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ സബ്ജക്റ്റും ഞാൻ എടുക്കാറുണ്ട്. ഒപ്പം PSC കോച്ചിങ് കഴിഞ്ഞ 25 വർഷമായിട്ട് നടത്തുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, റിസൈൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 8075963937 ആണ്. ശരി, നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ, ഞാൻ ഈ പറയുന്നതൊക്കെ ക്ലാസ്സുകൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ, ഇന്നലത്തെയൊക്കെ യൂട്യൂബ് നോക്കി നോക്ക്. കറണ്ട് അഫയേഴ്സ് ഇന്നലെ മാത്രം നമ്മൾ രാത്രി 9 മണിക്ക് നടത്തിയ ലൈവ് ക്ലാസ്സിൽ നിന്ന് മാത്രം 3 മാർക്കാണ്, ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന്. നിങ്ങളൊന്ന് നോക്കി നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. അതിന് മുന്നേ നടത്തിയ ക്ലാസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിയ ക്ലാസ്സിൽ നിന്ന് ഒരു 10ൽ കുറവ് മാർക്ക്, 10ൽ കൂടുതൽ മാർക്ക്, അപൂർവമായ മാർക്ക് നിങ്ങളുടെ സ്കോറിൽ കടന്നുകൂടിയിട്ടുണ്ടായിരിക്കും. ഒരാഴ്ചയ്ക്ക് 2 ആഴ്ചയിൽ നമുക്കൊരു 20-25 മാർക്ക് മിനിമം നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ വില എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? സാരിയുടെ വില. അത് 1500 രൂപ വിലയുള്ള, പരസ്യ വിലയുള്ള സാരിയാണ്. 8% ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇവിടെ 1500 ആണ്. എപ്പോഴും ഡിസ്കൗണ്ട് കണക്കാക്കുക മാർക്കറ്റ് പ്രൈസിനാണ്. അപ്പോൾ 1500ന്റെ 8%, 1500ന്റെ 8% ഡിസ്കൗണ്ട് ആയിട്ട് പോയി അല്ലേ? 1500ന്റെ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആയിട്ട് പോയി? 8% ഡിസ്കൗണ്ട് ആയി പോയി. 1500 × 8/100 ചെയ്ത് നോക്കുക, 120 എന്ന് കിട്ടും. ഓക്കെ, 120 കുറച്ച് കഴിഞ്ഞാൽ 0, 10 2 പോയാൽ 8, 4 1 പോയാൽ 3, 1350. ഇതാണ് സെയിൽസ് പ്രൈസ്. അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് പോയതാണ് സെയിൽസ് പ്രൈസ്. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നു. അപ്പോൾ അയാൾക്ക് എത്ര ശതമാനമാണ്? 100% അയാളുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 120% അയാളുടെ സെയിൽസ് പ്രൈസ്. ലാഭം കൂട്ടിയതാണല്ലോ, അത് 1380. അപ്പോൾ അതിൽ നിന്ന് 1% നമുക്ക് കിട്ടുമല്ലോ. 1380നെ നമ്മൾ 120 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ അവിടെ എനിക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരൊറ്റ മിനിറ്റ്, സ്പീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. 1500 രൂപ പരസ്യ വിലയുള്ള സാരിയാണ്. അത് 8% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത് അല്ലേ? 1500 രൂപ പരസ്യ വിലയുള്ള സാരിയാണ്, 8% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പരസ്യ വില തന്നെയാണ് തന്നിട്ടുള്ളത്, മാർക്കറ്റ് പ്രൈസാണ്. ഞാൻ പേന ഒന്ന് എടുക്കട്ടെ കേട്ടോ. പേന കിട്ടിയിട്ടില്ലേ? ഇറേസറിന്ന് പോയിട്ട് പേന കിട്ടിയിട്ടില്ല, പേന എഴുതുന്നില്ല. ഒരു മിനിറ്റേ, എന്ത് പറ്റി പേനയ്ക്ക്? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. 1500 രൂപ വിലയുള്ള ഒരു മാർക്കർ വരുന്നില്ല. ഓക്കെ, 1500 രൂപ പരസ്യ വിലയുള്ള സാരി. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതെത്രയാണ്? 1500 ആണ്. ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് 8% ആണ് അല്ലേ? അപ്പോൾ അവിടെ എന്താ വരിക? 120 തന്നെയാണ് വരിക അല്ലേ? 1500ന്റെ ഡിസ്കൗണ്ട് പറഞ്ഞാൽ 8 10 80 85 40, 120 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു അയാൾ. അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് 1380 തന്നെയാണ് കിട്ടുന്നത്.
ഇനി അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൻസർ കിടക്കുന്നുണ്ട് 1150. ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്തത് ശരിയാണ്. ഞാൻ ആൻസറിലേക്ക് നോക്കിയിരുന്നില്ല. ഞാനത് 1250 എന്നാണ് കാണുന്നത്. 120% സമം 1350. അപ്പോൾ 1% കിട്ടാൻ 1380 എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 120 കൊണ്ട് ഹരിച്ചാൽ മതി. 0 വെട്ടിപ്പോയി. അപ്പോൾ 12 ബാലൻസ് 18. 18 നമുക്കറിയാം 12 ബാലൻസ് 6. ഇനി 6ൻ്റെ ഒപ്പം 0 ചേർക്കുമ്പോൾ 11.5 എന്ന് വരും. അപ്പോൾ 1% 11.5 ആണ്. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് വിശദമായിട്ട് ഇതിന് സമാനമായ ചോദ്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് എളുപ്പമായി ചെയ്യാം. കുറച്ച് കണക്കറിയുന്നവർക്ക് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് പിടിക്കുള്ളൂ. നമുക്കിത് വിശദമായി പിന്നീട് ഡീപ്പായിട്ടുള്ള അനാലിസിസിൽ ഞാൻ എങ്ങനെ ചെയ്യും, എന്ത് കാര്യം, കൺസെപ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. 1150 ക്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഞാനിതൊന്ന് വായിക്കട്ടെ. എന്തോ നമ്മുടെ ഇറേസർ ഒന്നും കൊണ്ട് വരുന്നില്ല. ഒരു മിനിറ്റ് ഇട്ടാ, എന്തോ ഒരു പ്രശ്നം നേരിടുന്നു. ഓക്കെ, പെൻഡാവിന് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യം. ഇവിടെ ഒരു എക്സ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. +8 ഇൻറ്റു +12 ഹരിക്കണം +4 ഇൻറ്റു -6 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 88ാമത്തെ ചോദ്യം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. +8 ഇൻറ്റു സോറി ഇവിടെ +8. ഓക്കെ, വളരെ സിമ്പിളാണ് കാര്യം. ഇത് അതിൻ്റെ സൈനാണ്. +8 എന്നുള്ളത് അതിൻ്റെ സൈനാണ്. +12 അതിൻ്റെ സൈനാണ്. +4 അതിൻ്റെ സൈനാണ്. -6 ഒരു സംഖ്യയുടെ ചിഹ്നം അതിൻ്റെ മുന്നിലാണ് സൂചിപ്പിക്കുക, പിറകിലല്ല കേട്ടോ. അപ്പോൾ ഇത് സംഖ്യകളുടെ ചിഹ്നമാണ്. അപ്പോൾ 8, 12 ഇവിടെ ബോർഡ് മാസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഓപ്പറേഷൻസ് വരുന്നത് ഗുണിക്കണം, ഹരിക്കണം, ഗുണിക്കണമാണ്. ബോർഡ് മാസ് ഓർക്കുക. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അതിൽ ബ്രാക്കറ്റ് തന്നിട്ടില്ല, ഓഫ് തന്നിട്ടില്ല, പക്ഷെ ഡിവിഷൻ വരുന്നുണ്ട്. എവിടെ ഡിവിഷൻ വരുന്നത്? 12 ഹരിക്കണം 4 അത് ആദ്യം ചെയ്യണം. 3 രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് +12 ഹരിക്കണം 4 3 കിട്ടി. ഇനി ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവിടെ 8 ഇൻറ്റു 3 വരുന്നുണ്ട്, ഇൻറ്റു -6 വരുന്നുണ്ട്. അപ്പോൾ 8 3 24, 24 6 144. 89ാമത്തെ ചോദ്യം ബി ആണ്. ഓക്കെ, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? എപ്പോഴും മനസ്സിലാക്കുക, ട്രെയിനുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഒരു പോയിന്റ് മറികടക്കാൻ ഒരാളേനെ, ഒരു മരത്തെ ഒക്കെ നമ്മളൊരു പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുക. അതേസമയം ഒരു പാലം, ബ്രിഡ്ജിനെ ഒക്കെ നമുക്ക് നീളമുള്ള ഒരു വസ്തുവായിട്ട് കണക്കാക്കണം. ഒരു പോയിന്റ് മറികടക്കാൻ ഒരു ട്രെയിനിന്റെ ലെങ്ത് സഞ്ചരിക്കണം. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടന്നു എന്ന് പറഞ്ഞാൽ അയാൾ T = 8 സെക്കൻഡ് ആണ്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ മറികടന്നത് കൊണ്ട് തന്നെ ട്രെയിനിന്റെ നീളമാണ് അത്. അവിടെ ട്രെയിനിന്റെ നീളം 160 ആണ്. അപ്പം ലെങ്ത് 160 ആണ്. എത്ര സെക്കൻഡ് കൊണ്ടാണ് മറികടന്നത്? 8 സെക്കൻഡ് കൊണ്ട്. അപ്പം ട്രെയിനിന്റെ വേഗത എത്രയാ? 160 മീറ്റർ 8 സെക്കൻഡിൽ മറികടന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ട്രെയിൻ 1 സെക്കൻഡിൽ 20 മീറ്റർ കടന്നു പോകും. അതായത് 160 മീറ്റർ 8 സെക്കൻഡിൽ 8 സെക്കൻഡിൽ 160. അപ്പോൾ 1 സെക്കൻഡിൽ 160/80 20 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുക്കുന്ന സമയം ഏതാ? പ്ലാറ്റ്ഫോം ആകുമ്പോൾ ട്രെയിനിന് പ്ലാറ്റ്ഫോമിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ നീളം മറികടക്കണം. അപ്പോൾ ട്രെയിനിന്റെ നീളം 160 ആണെന്ന് അറിയാം, മറ്റത് 200 ആണെന്നും അറിയാം. അപ്പോൾ 360 മീറ്റർ ആണ് കടന്നു പോകേണ്ടത്. 1 സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കും. അപ്പം 360/20 എത്ര സെക്കൻഡ് വരും? 18 സെക്കൻഡ് ആണ് ഇവിടെ ആൻസർ. അതുകൊണ്ട് ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ 90ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 1, 8, 27, 64, 125. പാറ്റേൺ മനസ്സിലായോ? നമ്മൾ പലതവണ ചെയ്തതാണ്. ഇത് ക്യൂബാണ്. സ്ക്വയറും ക്യൂബും ഒക്കെ പാറ്റേൺ ഓർമ്മിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27 എന്ന് പറയുന്ന ഒരാൾക്ക് ഇത് 5 ക്യൂബാണ് 125, 6 ക്യൂബ് 216 ആണെന്ന് ആൻസർ കിട്ടും. അതുകൊണ്ട് അവിടുത്തെ ആൻസർ 91 ബി ആണ്. മാത്സിലെ ചോദ്യങ്ങളൊക്കെ തന്നെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15, -29, -39. അത് കണ്ട ഒരാൾക്ക് തന്നെ അറിയാം. 9നോട് 2 കൂട്ടിയാൽ 11 ആണ്.
11നോട് 4 കൂട്ടിയാൽ 15 അപ്പൊ 15നോട് ഇനി 6 കൂട്ടിയാൽ 21 അല്ലെ? 11നോട് 6 കൂട്ടിയാൽ എന്ത് കിട്ടി? 21. 21നോട് 8 കൂട്ടിയാൽ 29. 29നോട് 10 കൂട്ടിയാൽ 39. അതുകൊണ്ട് ഇത് 21 ആൻസർ. I സമം 828, ആം സമം 639 എങ്കിൽ ഇയർ എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെയൊക്കെ 3 നമ്പർ ഉള്ളത് കൊണ്ട് ഇവിടെ EYE ഇതിനൊക്കെ നമ്മൾ എന്താ ഇജോട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇജോട്ടി 5, 10, 15, 20, 25 അങ്ങനെ വന്നിട്ട് ഓരോ ലെറ്ററിന്റെ നമ്പറാ കൂട്ടിയത് വെച്ചാൽ ഇവിടെ 828 ഒന്നും കിട്ടില്ല. ഇത് രണ്ടോടത്തും 3 ആയതുകൊണ്ട് ഈ ഇക്ക് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ്. ഇയുടെ നമ്പർ എത്രയാണ്? 8. അപ്പൊ ഇവിടെ ഇയറിൽ ഈ 8 വരണം. ആ 8ൽ ആരംഭിക്കുന്ന ഒരു നമ്പർ മാത്രമേ ഇവിടെ ഉള്ളൂ. സി ആണ് അവിടെ ഉത്തരം. വളരെ പെട്ടെന്ന് 93ാമത്തെ ചോദ്യം നമുക്ക് സി എന്ന് കിട്ടും. വലിയ ചിന്തയൊന്നും വേണ്ട. ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ചോദ്യത്തിന് ആൻസർ വരിക എന്ന് പറഞ്ഞത് നോക്കാം. നമുക്കത് ചോദ്യം ഞാൻ ഇപ്പം ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടട്ടെ. യെസ്, 94 ബി 3 ആൻസർ വരിക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. കിഴക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. എപ്പോഴും മനസ്സിലാക്കുക. വലത്തോട്ട് ക്ലോക്ക് വൈസും ഇടത്തോട്ട് ആന്റി ക്ലോക്ക് വൈസുമായിട്ട് കണക്ക് കൂട്ടുക. അങ്ങനെ നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുക. ആ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്ന് 11ാമത്തെ ആളും പിറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളുമാണ്. വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ 11ഉം 7ഉം കൂടി കൂട്ടുക 18, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. കാരണം അഞ്ജു 2 സ്ഥലത്ത് വന്നു. അഞ്ജുവിനെ 7 കൂട്ടി ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടുമ്പോൾ 11ഉം കൂട്ടി. 11ഉം 7ഉം എത്രയാണ്? 18. അപ്പോൾ അവിടെ സ്ഥാനം എത്രയായിരിക്കും? 17ാമത്തെ സ്ഥാനമായിരിക്കും. 95 ആൻസർ വരുന്നത് ഡി ആണ്. 2.02 ഹരിക്കണം 202 എത്രയാണ്? 2.02 ഹരിക്കണം 202 എന്ന് വരുമ്പോൾ സിമ്പിളാണ്. ഈ 2.02നെ നിങ്ങൾ ദശാംശ സ്ഥാനം നീക്കുന്നതിന് വേണ്ടി ഇവിടെ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 2 ദശാംശ സ്ഥാനം അങ്ങോട്ട് മാറി. അപ്പൊ ഇവിടെ 100 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ നമുക്ക് 202 എന്ന് കിട്ടി. 2.02 എന്നുള്ളത് എന്ത് കിട്ടി? 202 എന്ന് കിട്ടി. ഇവിടെ 202 × 100 എന്നും കിട്ടി. 202ഉം 202ഉം വെട്ടിപ്പോയാൽ 1/100. 1/100 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. 0.01നെ തന്നെ നമുക്ക് 0.10 ഇനി എത്ര 0 വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഒക്കെ 0.01. അടുത്ത ചോദ്യവും സിമ്പിളായ ഒരു ചോദ്യമാണ്. x/y = 4:3, y/z = 6:5 ആയാൽ x/z എത്ര? അപ്പൊ അവിടെ x/y 4/3 എന്ന് കിട്ടും. y/z 6/5 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, x/y എന്ന് പറഞ്ഞാൽ ഉടൻ ഓർക്കണം x/y ആണ്. y/z എന്ന് പറഞ്ഞാൽ y/z ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? x/z ആണ്. അതിന് കാണാൻ xz കണ്ടാൽ മതി. xz കാണണമെങ്കിൽ x × y/y × z വന്നാൽ yയും yയും വെട്ടിപ്പോവും. അപ്പൊ 4 6 24, 3 5 15. രണ്ടിലും 3 പോകും. അപ്പൊ 8 3 24, 5 3 15. സോ ഇവിടെ അവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 24:15 നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ 24:15 DN എടുത്ത് എഴുതാം. അതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് സമയം കഴിയണം? എത്ര സിമ്പിളാണോ ചോദ്യം. ഇത് പരീക്ഷയ്ക്ക് ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ മണ്ടയ്ക്ക് ഞാൻ അടിക്കും. 12 മണിയാണ് ഇപ്പോൾ സമയം. 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? 12:15 ആവണം. ഇപ്പൊ സമയം 12 മണിയല്ലേ. അപ്പൊ 12:15 ആകുന്നതിന്, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സമയം കഴിയണം എന്നുള്ളതാണ്. 12:15 എന്ന് പറഞ്ഞാൽ 12 മണി 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ് കഴിയണം. 15 മിനിറ്റ് കഴിയണമെങ്കിൽ അപ്പോൾ അവിടെ എത്ര വരും? 900 സെക്കൻഡ് വരും. 15 × 60 900 സെക്കൻഡ്. അബുവിന്റെ പ്രായം ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകന്റെ പ്രായത്തിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം ഏതാ? ഈ ഇരട്ടികൾ വെച്ച് നമുക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഇരട്ടികൾ വെച്ച് വളരെ സിമ്പിളായിട്ട് മനസ്സുകൊണ്ട് കണക്കാക്കാൻ പറ്റും. 32 എന്ന് പറയും. അതൊന്നും വലിയൊരു കണക്കല്ല കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. 89 കണക്കുകൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇരട്ടി നമുക്ക് മനസ്സുകൊണ്ട് തന്നെ കണക്കാക്കാൻ പറ്റും. സിമ്പിളാണത്. 100ാമത്തെ ചോദ്യം. 8 4 3 96 തന്നിട്ടുണ്ട്. 4 1 6 24 തന്നിട്ടുണ്ട്. 9 8 ഡാഷ് തന്നിട്ടുണ്ട്. സിമ്പിൾ അല്ലേ?
ഗുണിച്ചാൽ മതി. 8ഉം 4ഉം 12 അല്ല കേട്ടോ, 96 തന്നിട്ടുള്ളത് അല്ലേ. 8, 4, 3 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. 100ാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് 8ഉം 4ഉം 12, 12, 3, 36, 6, 4, 24, 9, 8, 72. ഇവിടെയൊക്കെ കറക്റ്റ് ആണല്ലോ. 8, 4, 32, 8, 4, 32, 32 × 3 96. എന്താടോ ഇതിങ്ങനെ? 8, 4, 32, 32 × 3 96, 4, 6, 24 × 1 24 ഒക്കെ ഗുണിച്ചാൽ മതി. 9, 8, 72. അപ്പം ഇവിടെ ഒന്നാകും. 9 × 8, അതായത് 3 മൂലയിലുള്ളത് ഗുണിച്ചാൽ ഉത്തരം കിട്ടണം നടുവിൽ. സോ ഇവിടെ ഡി ആണ് ആൻസർ. സോ ഓക്കെ, താങ്ക് യു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ പറയുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ മറക്കണ്ട. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയുക. അപ്പോൾ അടുത്ത എക്സാം എടുക്കാനായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എഡിഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്ത LGS 4ാം ഘട്ടത്തിലേക്ക്. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തുക, കമ്മ്യൂണിറ്റിയിൽ അംഗമാകുക.